എങ്ങനെയുണ്ട് ആടുജീവിതം നമ്മുടെ മലയാള സിനിമയിൽ നിന്ന് ഇൻ്റർനാഷണൽ ലെവലിലോട്ട് വിടാൻ പറ്റുന്ന ഒരു ഓസ്കാറിന് വേറെ ഒന്നുമല്ല 8 ടിക്കറ്റ് ആണ് എടുത്തിട്ടുള്ള. ഈ 8 ടിക്കറ്റ് എടുത്തതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 3 പേരെ ഉള്ളായിരുന്നു. ബാക്കി 4 എണ്ണം നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി എടുത്തത്. വേറെ ഒന്നുമല്ല, അത് എടുത്തതെന്ന് പറഞ്ഞാൽ ഈ പടം ഓസ്കാറിന് വിടാൻ വേണ്ടിയിട്ട്. പൃഥ്വിരാജ് പറഞ്ഞല്ലേ ഓസ്കാറിന് ഒരുപാട് പൈസ ലാവുന്നു, അതുകൊണ്ടാണ് 4 ടിക്കറ്റ് എക്സ്ട്രാ എടുത്ത. അതേപോലെ തന്നെ സുനിൽ കുമാർ KSൻ്റെ സിനിമോട്ടോഗ്രാഫി എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും എടുത്ത് പറയേണ്ടതുള്ളതെന്ന് പറഞ്ഞാൽ രഞ്ജിത്ത് അമ്പാടിയുടെ മേക്കപ്പ്. പിന്നെ ഓൾ ഇൻ ഓൾ ബ്ലസ്സി ഉണ്ടല്ലോ, ബ്ലസ്സി എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തെക്കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല. പുള്ളി ഈ ഒരു 10-12 കൊല്ലം ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച ഒരു ക്ലാസിക് മൂവിയാണ്, ഒരു ഇൻ്റർനാഷണൽ മൂവി. നമ്മുടെ ഇംഗ്ലീഷിലെ ടോം ഹാങ്ക്സ് ഉണ്ടല്ലോ, ഇൻ്റർനാഷണൽ ടോം ഹാങ്ക്സ്, കാസ്റ്റവേയിലൊക്കെ അഭിനയിച്ച ടോം ഹാങ്ക്സിൻ്റെ മലയാളത്തിലെ ടോം ഹാങ്ക്സ് ആണ് നമ്മുടെ പൃഥ്വിരാജ്. വണ്ടർഫുൾ മൂവി, എല്ലാവരും വന്ന് കാണുക. ശരിക്കും നമ്മുടെ ഓരോ മലയാളി പ്രേക്ഷകരുടെ സപ്പോർട്ടായിരിക്കും ഇത് ഇൻ്റർനാഷണൽ ലെവലിൽ എത്തിക്കുന്നത്. എക്സ്ട്രാ ഓർഡിനറി മൂവി. പിന്നെ ഏറ്റവും വലിയ ഷൗട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ AR റഹ്മാൻ. പടത്തിൻ്റെ ലാസ്റ്റ് മാത്രമേ ഉള്ള ആ പെരിയനോ സോങ് ഉള്ളത്. ആ ഒരു സോങ് നമുക്ക് ഫുൾ ഫ്ലഡ്ജ്ഡ് ആയിട്ട് അവസാനമേ കേൾക്കാൻ പറ്റൂ, എങ്കിൽ തന്നെ അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ആരെക്കുറിച്ചും ഒന്നും പറയാനില്ല. എക്സ്ട്രാ ഓർഡിനറി മൂവി. വേറെ ഒന്നുമല്ല, ആ നോവലിലെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ സിനിമയിൽ വേണ്ടി എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. ബ്ലസ്സി പറഞ്ഞതുപോലെ തന്നെ ഇനിയും ഒരു 3 മണിക്കൂറത്തേക്കുള്ള എടുക്കാനുള്ള കഥയും കാര്യങ്ങളും ഇനി ആ നോവലിൽ ബാക്കിയുണ്ട്. വേറെ അല്ല, ഭാവിയിൽ നമുക്ക് OTTയിൽ ചിലപ്പോൾ 3 മണിക്കൂറിൽ കൂടുതലുള്ള വേറെ ഒരു എക്സ്ട്രാ ഒരു പതിപ്പും കൂടെ പ്രതീക്ഷിക്കാം. എന്തൊക്കെയാലും എക്സ്ട്രാ ഓർഡിനറി മൂവി, ഇൻ്റർനാഷണൽ ലെവലിൽ പടം. പൃഥ്വിരാജിന് നാഷണൽ അവാർഡ് ഉറപ്പാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് കിട്ടും, ഡയറക്ഷന് കിട്ടും, എല്ലാത്തിനും കിട്ടും. ഭാഗ്യമുണ്ടെന്നുണ്ടെങ്കിലല്ല, ഈ ഒരു അഭിനയം കവച്ചു വയ്ക്കാൻ ആരുമില്ല. പൃഥ്വിരാജിൻ്റെ അഭിനയമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ, ആ ബോഡി, ആ വെയിറ്റ് കുറച്ചിട്ടുള്ള ആ ഒരു രംഗമുണ്ട്. ആ ഒരു രംഗം കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മല്ലിക ചേച്ചിയൊക്കെ അതെങ്ങനെ കാണുമെന്ന് നമുക്കറിയാൻ പറ്റില്ല. കാര്യം അവർ കരഞ്ഞു പോയി, നമ്മൾ തന്നെ കരഞ്ഞു പോയി, അത്രത്തോളം ഉണ്ട്. എക്സ്ട്രാ ഉണ്ട്. ഇവിടെ ചോദിച്ചു നോക്കൂ, കൊച്ചു കുട്ടികൾ എങ്ങനെയുണ്ട് പടം? അടിപൊളി പടം. എങ്ങനെയുണ്ട്? അടിപൊളി, സൂപ്പർ പടമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഫാമിലി ആയിട്ട് ഈ നോമ്പ് കാലമൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു അത്രത്തോളം നല്ല ആ ഒരു ടൈമിൽ തന്നെ ആ പടം ഇറക്കിയിരിക്കുന്ന. അപ്പോൾ നോമ്പ് കഴിഞ്ഞിട്ട് കാണാൻ വരുന്നവർ വന്ന് കാണുക. വളരെ ഇൻ്റർനാഷണൽ മൂവി. ഓസ്കാറിന് നമ്മളെല്ലാവരും കൂടെ മലയാളികൾ ഒത്തുചേർന്ന് ഓസ്കാറിന് വിടണം ഈ പടം. അതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഫാമിലിയിലുള്ള എല്ലാവരുമായിട്ടും വന്ന് കാണുക. അതിനൊരു എക്സ്ട്രാ ഫണ്ട് ഒപ്പിച്ചു കൊടുക്കുക, പൃഥ്വിരാജിന് ഒപ്പിച്ചു കൊടുക്കുക. ശരിക്കും വേറെ ഒന്നും പറയാനില്ല, മസ്റ്റ് വാച്ച്. ഏതാ അത് നമ്മുടെ നജീബിൻ്റെ ഓരോ ചലനങ്ങളും കാര്യങ്ങളും ഇതിനകത്തുള്ള ആ ഒരു ഈ നോവലിലൊരു ഈർച്ചകേടൊക്കെ തോന്നും നജീബിന്. അപ്പോൾ അതൊക്കെ നമുക്ക് അതിനകത്ത് അനുഭവിക്കാൻ പറ്റുന്ന പോലെ തന്നെ ഏകദേശം ഒരു 75% നമുക്ക് അനുഭവിക്കുന്നുണ്ട്. പിന്നെ പൃഥ്വിരാജിനെ കുറിച്ചൊന്നും പറയണ്ട, നാഷണൽ അവാർഡ് ഉറപ്പാണ്. എന്തൊക്കെയാലും ഓസ്കാറിന് വിടുക, അത്രേ പറയാവുള്ളൂ. പടം അതിഗംഭീരം പറഞ്ഞാൽ എക്സ്ട്രാ ഓർഡിനറി, മലയാള സിനിമയുടെ മാഗ്നം ഓപ്പസ് എന്നൊക്കെ പറയാം. അത്രയും കിട്ടിലും പടം. എനിക്ക് തോന്നുന്നു അവരുടെ 16 വർഷത്തെ ബ്ലസ്സിയുടെ ഡെഡിക്കേഷനുള്ള റിസൾട്ടാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത്. മൊത്തത്തിൽ എല്ലാം കൊണ്ടും ഒരു അതിഗംഭീര പടമാണ്. ബ്ലസ്സി ആയാലും മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാൻ പറ്റുന്ന രീതിയിലൊരു മികച്ച സിനിമയായിരിക്കും. ഇപ്പോൾ ഒരു ഇന്ത്യൻ സിനിമയിൽ ഒരു നടനും ചെയ്യാത്തൊരു റോളാണ് പൃഥ്വിരാജ് സിനിമയിൽ ചെയ്തിരിക്കുന്നത്. ഒരു ട്രാൻസ്ഫോർമേഷൻ എല്ലാം കിടിലായിട്ടുണ്ട്. നമ്മളിപ്പം ഹോളിവുഡിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ത്യൻ സിനിമയിൽ വിക്രമും ഇത് കണക്ക് ഐ സിനിമയിലൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എനിക്ക് തോന്നുന്നു ഇത് കണക്കൊരു ബോഡി ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് മലയാള സിനിമയിലാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ആ ഡെഡിക്കേഷനുള്ള റിസൾട്ടാണ് ഇന്ന് കിട്ടുന്നത്. മൊത്തത്തിലൊരു എക്സ്ട്രാ ഓർഡിനറി സിനിമയാണ്. ലാസ്റ്റ് തിയേറ്ററുകളിൽ നിന്ന് എല്ലാവരും കൈയടിച്ചിട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. പല സീനുകളും നമ്മൾ ഇമോഷണലി കണക്റ്റ് ആക്കും. മൊത്തത്തിൽ നമുക്ക് കണ്ണ് നിറഞ്ഞു പോകുന്ന രീതിയിലുള്ള പടമാണ്. പിന്നെന്തുവാണ്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് റഹ്മാൻ അത്ഭുതപ്പെടുത്തി കളഞ്ഞ്. മൊത്തത്തിൽ അതിഗംഭീര എക്സ്ട്രാ ഓർഡിനറി മൂവി. ഒരുപാട് സെയിൽ ചെയ്യപ്പെട്ടൊരു നോവലാണ് ആടുജീവിതം. അപ്പോൾ അതിനോട് 100% നീതി പുലർത്തി എനിക്ക് പറയാൻ പറ്റില്ല, ഞാൻ വായിച്ചിട്ടില്ല. എങ്കിലും ഈ സിനിമ കാണുന്നതിൻ്റെ പ്രേക്ഷകന് ഒരു സിനിമ എന്ന നിലയിൽ 100% സാറ്റിസ്ഫൈഡ്. ഇതിനെ മുകളിൽ ചെയ്യാനില്ല അല്ലേ? ഒരു ഗംഭീര സർവൈവൽ പടമാണ്. നമുക്ക് ഒരു മലയാള സിനിമയ്ക്ക് ഒരു ബെഞ്ച് മാർക്കാണ്. ബാക്കി അവാർഡ് കിട്ടുന്നതൊക്കെ ബാക്കി ജൂറിയുടെ ആയാലും മറ്റേതിൻ്റെ കയ്യിലാണ്. പക്ഷേ സിനിമ എന്ന നിലയിൽ, വ്യൂവർ എന്ന നിലയിൽ നമ്മളെ കോരിത്തെരിപ്പിച്ച് ഒരു അതിഗംഭീര സിനിമ. നാഷണൽ അവാർഡ് പടം. ട്രാൻസ്ഫോർമേഷനൊക്കെ ഇന്ത്യൻ സിനിമയിൽ ഒരു നടനും ചെയ്യാത്തൊരു റോളാണല്ലേ പൃഥ്വിരാജ്. നല്ല പറയാൻ പറ്റുന്ന നല്ല പടം. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണാൻ നമുക്ക് നല്ല അത്യാവശ്യം നല്ല അടിപൊളി പടം. നല്ല ട്രാൻസ്ഫോർമേഷൻ ആയാലും ഓരോ സീനായാലും
മെസ്സി എത്ര 16 കൊല്ലം എന്തോ 16 കൊല്ലത്തെ കാത്തിരിപ്പ് അപ്പം അത് വെറുതെ ആയിട്ടില്ല. നല്ല പടം, അടിപൊളി പടം. പടമെന്ന് വെച്ചാൽ ഗംഭീരം, പറയാൻ ഒന്നുമില്ല. സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ എടുത്ത് പറയണ്ടേ. പൃഥ്വിരാജ് മരുഭൂമി കൂടെയുള്ള സീൻ പ്രത്യേകിച്ച് എടുത്ത് പറയണ്ട. അതിനകത്ത് നടക്കുന്നതും ഓരോട്ടോ ദിവസം മാറുമ്പോഴും സൂപ്പർ. എടുത്ത് പറയാൻ ഒന്നുമില്ല. പാട്ടാണെങ്കിലും ഒരു സിനിമയ്ക്ക് വേണ്ടി ആരും ഇടാത്തൊരു എഫേർട്ടാണല്ലേ. അത് എൻ്റയർലി ആ ബോഡി സ്ട്രക്ചർ കാണണം ഇടയ്ക്ക് പൃഥ്വിരാജിൻ്റെ. നമുക്ക് പറയാൻ പറ്റത്തില്ല. വയറും ബോഡിയൊക്കെ സ്കിന്നൊക്കെ ചൊട്ടി ഒരുമാതിരി. ആരും ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ മല്ലികാ സുകുമാരനൊക്കെ ഈ സിനിമ എങ്ങനെ മോൻ്റെ സിനിമ കാണുന്നൊരു നമുക്ക് ഫീലാവും. സെക്കൻഡ് ഹാഫ് വരുമ്പോൾ നല്ല രീതിയിൽ ഫീലാവും. പിന്നെ പുറയിലോട്ട് പോകുമ്പോൾ നാട്ടിലുള്ള കാലഘട്ടത്തിലോട്ട് പോകുമ്പോഴേ എൻ്റയർലി നമുക്ക് ഫീലാവും. മീൻസ് ഏറ്റവും ഇഷ്ടപ്പെട്ട നമുക്ക് അതിനകത്തൂടെ മരുഭൂമി കൂടെ ഉള്ള യാത്രയാണ്. പടം പറയുന്ന ഗംഭീര നാഷണൽ അവാർഡല്ല, ഓസ്കാർ എന്തായാലും പരിഗണിക്കേണ്ട സിനിമയാണ്. ഓക്കെ, കൊള്ളാം. ഇപ്പോൾ ഒരു കാത്തിരിപ്പ് വെറുതെ അല്ലേ പൃഥ്വിരാജിന്റെ ആടുജീവിതം? തീർച്ചയായിട്ടും ഒരു അവാർഡിനുള്ള എല്ലാം ഉണ്ട് ആ മൂവി തന്നെ ഉണ്ട്. പൃഥ്വിരാജിന്റെ ആ ഒരു മേക്ക് ഓവർ ട്രാൻസ്ഫോർമേഷൻ ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പറായിട്ടുണ്ട്. ബ്ലെസ്സിക്ക് പ്രത്യേകം നന്ദി പറയുന്നു. ഇപ്പോൾ 16 വർഷത്തെ കാത്തിരിപ്പ് വെറുതെ ഇല്ല തീർച്ചയായും നല്ലൊരു കഥ.